ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്യൂറ്റിയുടെ ഫസ്റ്റ് മൊഡ്യൂളായ കോറിലേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് മെത്തേഡ്സ് ഓഫ് കോറിലേഷനിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രാഫിക് മെത്തേഡ്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്കാറ്റർ ഡയഗ്രാം എന്താണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഇതൊരു സിംപ്ലസ്റ്റ് മെത്തേഡാണ്. രണ്ട് വേരിയബിളിൻ്റെ റിലേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമ്മളെങ്ങനെയാണ് ഈ സ്കാറ്റർ ഡയഗ്രാം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ കാണാം. ഒന്ന് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും രണ്ടാമത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും. അത് രണ്ടാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അവിടെ 5 തരത്തിലുള്ള കോറിലേഷൻസിൻ്റെ ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ രണ്ടെണ്ണമാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ദെൻ ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ നോക്കുക. പിന്നെ അതിൻ്റെ യൂട്ടിലിറ്റീസും അത്രയും ഒരു രണ്ടെണ്ണമെങ്കിലും പഠിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഡയറക്റ്റായിട്ടൊരു ഇലുസ്ട്രേഷനിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രം ദ എബോവിങ് ഡാറ്റ സ്റ്റഡി ദ കോറിലേഷൻ ത്രൂ എ സ്കാറ്റർ ഡയഗ്രാം. അവർ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? സ്കാറ്റർ ഡയഗ്രാംസ് വരയ്ക്കണം. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ 2 കോളംസാണ് തരുന്നത്. അപ്പം നമ്മൾ എക്സും വൈയും നമ്മൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. അപ്പം 2 ബോക്സ് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ബോക്സ് ഏതാണോ അതിനെ നമ്മൾ എക്സ് എന്നും രണ്ടാമത് തന്നിരിക്കുന്നതിന് നമ്മൾ വൈ എന്നുമാണ് എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്തായാലും അത് എക്സ്, രണ്ടാമത് തന്നിരിക്കുന്നത് വൈ. ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചറാണ്. അത് 10, 20, 13, 14, 15, 16, 17. ഓക്കെ, അതെന്താണ്? എക്സ്. രണ്ടാമത് തന്നിരിക്കുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ 1000, 2000, 3000 അതെന്താണ്? വൈ ആക്സിസ് ആണ്. സോ നമുക്ക് നമ്മുടെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് പോസിറ്റീവാണോ അല്ലെങ്കിൽ നെഗറ്റീവാണോ എന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിസ് വരയ്ക്കുക. താഴെ എക്സ് ആക്സിസ് വരയ്ക്കുക. അതെന്താണ്? അഡ്വർടൈസ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ വൈ ആക്സിസ് വരയ്ക്കുക. വൈ ആക്സിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞ് സെയിൽസ് ആണ്. അപ്പം സെയിൽസിൻ്റെ എമൗണ്ട് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക. അതായത് എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിലെ അവിടേക്ക് നമ്മൾ ഡോട്ട് ഇടുക. അതായത് എക്സ് എന്ന് പറയുന്നത് 10 ആണ്. 10ന് എത്ര സെയിൽസ് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1000 അല്ലേ? അപ്പോൾ 1000 അവിടെ ഒരു ഡോട്ട് ഇടുക. അങ്ങനെ ഓരോന്നിൻ്റെയും നേരെയായിട്ട് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് പോവാം. അതായത് ഒരു പോസിറ്റീവായിട്ടാണ്, അതായത് ഒരു പ്ലെയിൻ ലൈനായിട്ടാണ് അത് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പോസിറ്റീവ് കോറിലേഷൻ എന്ന്, അല്ലെങ്കിൽ പോസിറ്റീവ് സ്കാറ്റർ ഡയഗ്രാം എന്നാണ് നമ്മളതിനെ പറയുക. ഓക്കെ, അപ്പോൾ നമ്മളത് എന്നിട്ട് ആ ഡോട്ടിൽ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതായത് ആ കൂട്ടിമുട്ടുന്ന ജോയിൻറ്റിൽ നിന്നൊരു വര വരയ്ക്കുമ്പോൾ നമുക്കത് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നതെങ്കിൽ, അതായത് പോസിറ്റീവ് കോറിലേഷൻ നമുക്കറിയാം. നമ്മൾ സ്കാറ്റർ ഡയഗ്രാം പഠിച്ചപ്പം കണ്ടിരുന്നു. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അങ്ങനത്തെ നോ കോറിലേഷൻ ഉണ്ട്. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനാണെങ്കിൽ അത് എന്താണ്? ഒരു പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പം അങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നത്. പിന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രം കണ്ടുപിടിച്ചാൽ മതിയാകും. അതാണ് ഫസ്റ്റ്. എളുപ്പമാണ്, ഒന്നും അറിയാനില്ല. നമ്മൾ ആ ഡോട്ട് വരച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ഏതാണ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് 2 ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻകം ആണ്, ആൻഡ് സെക്കൻഡ് ഡാറ്റ എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. ഇൻകത്തിനെ നമ്മൾ ഫസ്റ്റ് വരുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് എടുക്കണം. സെക്കൻഡ് വരുന്നതാണ് വൈ. അപ്പം എക്സും വൈയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് എന്താ ഒരു ഹെഡിങ് കൊടുക്കുക. അതായത് സ്റ്റഡി ഓഫ് കോറിലേഷൻ ത്രൂ സ്കാറ്റർ ഡയഗ്രാം. നമ്മളിവിടെ എന്തോ വരയ്ക്കുന്നത്? സ്കാറ്റർ ഡയഗ്രാം അല്ലേ വരയ്ക്കുന്നത്? ഓക്കെ, എന്നിട്ട് നമ്മുടെ ഡാറ്റ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ എന്താണോ തന്നിട്ടുള്ളത് അതെടുക്കുക, വൈ ആക്സിസും വരയ്ക്കുക. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ, അതായത് എക്സിൻ്റെ അവിടെ 10 അല്ലേ, അപ്പം ആ 10ൻ്റെ അവിടെ നമ്മൾ 2 കൊടുക്കുക. 2 എന്ന് കൊടുക്കുക. നമ്മളവിടെ പോയിൻ്റ് മാർക്ക് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് പോകുമ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതെന്താണ്? ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ അല്ല, അല്ലെങ്കിൽ ഇതൊരു പോസിറ്റീവ് സ്കാറ്റർ ഡയഗ്രാം അല്ല. ഇതെന്താണ്? ഒരു നെഗറ്റീവാണ് അല്ലേ? നോക്കിക്കേ, ഓരോ ഡോട്ടും സ്ട്രെയിറ്റ് ആയിട്ടാണോ വരുന്നത്? അല്ല, അവിടെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതെന്താണ്? നെഗറ്റീവ് സ്കാറ്റർ ഡയഗ്രാമാണ്. അപ്പം നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്കതിനെ വേണമെങ്കിൽ കൂട്ടിമുട്ടിക്കാം, അല്ലെങ്കിൽ കൂട്ടിമുട്ടിക്കണ്ട. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു കമൻ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു നറേറ്റീവ് പോലെ എഴുതുക. എന്താ?
ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് എഴുതുക. അല്ല എങ്കിൽ എന്താണ് ദെയർ ഈസ് എ നെഗറ്റീവ് കോറിലേഷൻ എന്ന് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് കോറിലേഷൻ ഗ്രാഫാണ്. അപ്പം നമ്മളിനി അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.